മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് വേദനിപ്പിച്ചവരെ അവഗണിക്കുക എന്നതാണ് കൂടുതൽ ഉത്തമം. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഗുണനിലവാരത്തെ ആശ്രയിക്കുന്നു. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത്. മഹത്തായ കാര്യങ്ങൾക്കു വേണ്ടി ചില നല്ല കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഭയപ്പെടേണ്ടതില്ല. ഭക്തരെ, നിരന്തരമായ പരിശീലനമാണ് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്തതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. കൊതിച്ച ജീവിതത്തെ മനസ്സിൻ്റെ ഒരു കോണിൽ ഉറക്കിക്കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് പലരും. ഏത് സന്ദർഭത്തിലും നിങ്ങളെ മോശക്കാരനാക്കുവാൻ ശ്രമിക്കുന്ന ചിലരുണ്ടാകും. അവരോട് പ്രതികരിക്കാൻ ശ്രമിക്കരുത്. അതൊരു മനോരോഗമാണെന്നവർ തിരിച്ചറിയുന്നില്ല. ഭക്തരെ, ഭയം എന്നത് മിഥ്യയാണ്. ഭയം നിലനിൽക്കുന്ന ഒരേയൊരു സ്ഥലം ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളിൽ മാത്രമാണ്. മറ്റൊരിടത്തും ഭയം നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയില്ല. പ്രതിസന്ധിയിൽ നിങ്ങളുടെ കൂടെ നിൽക്കാത്തവരെ നിങ്ങളുടെ വിജയത്തിൽ കൂടെ നിർത്തരുത്. ഭക്തരെ, നിങ്ങളുടെ മനസ്സിൻ്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക. ചിന്തകൾ കടന്നു വരുന്നത് പോലെ കടന്നു പോകാനും അനുവാദം നൽകുക. ഒരു മരത്തിൻ്റെ ജീവൻ അതിൻ്റെ വേരുകളിലാണ്, ഭംഗിയുള്ള പൂക്കളിലല്ല. അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളെയല്ല, നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും. ഭക്തരെ, നിങ്ങളെ 2 തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ വ്യക്തികളെ ഒരിക്കലും വിശ്വസിക്കരുത്. ഒന്നാമത്തെ തവണ അതൊരു മുന്നറിയിപ്പായിരുന്നു. 2ാം തവണ ഇനിയൊന്നും പ്രതീക്ഷിക്കരുത് എന്ന പാഠവും. ഭക്തരെ, ജീവിതം ചെറുതാണ്, സമയം പരിമിതമാണ്. അതിനാൽ ആളുകളെ സ്നേഹിക്കുക, മറ്റുള്ളവർക്കായി ജീവിക്കുക, ജീവിതം ആസ്വദിക്കുക. ദരിദ്രൻ്റെ മുന്നിൽ വെച്ച് നിങ്ങളുടെ സമ്പത്തിൻ്റെ മഹത്വം പറയരുത്. രോഗിയുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ മഹത്വം പറയരുത്. ദുർബലൻ്റെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ശക്തിയുടെ മഹത്വം പറയരുത്. പരാജിതൻ്റെ മുന്നിൽ വെച്ച് നിങ്ങളുടെ വിജയത്തിൻ്റെ മഹത്വം പറയരുത്. നിങ്ങൾ മറ്റുള്ളവരെ അളക്കാൻ ഉപയോഗിക്കുന്ന അതേ അളവുകോൽ കൊണ്ടുതന്നെ മറ്റുള്ളവർ നിങ്ങളെയും അളക്കുമെന്ന് ഓർക്കുക. ഭക്തരെ, വേഷങ്ങൾ മാറി മാറി അണിഞ്ഞാലും വാക്കുകൾ മാറ്റിമറിച്ചാലും എല്ലാം കാണുന്ന ഈശ്വരൻ്റെ മുന്നിൽ ഒന്നും ഒളിക്കാൻ ആരാലും കഴിയില്ല. ഉയരത്തിലെത്തി നിൽക്കുമ്പോഴും താഴ്ചയിലുള്ളവനെ കൈപിടിച്ചുയർത്താൻ കഴിയുമ്പോഴാണ് നിങ്ങളിലെ മനുഷ്യത്വം ജയിച്ചു തുടങ്ങുന്നത്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ ശീലിക്കുക. ആശ്രയത്വം നിങ്ങളെ അടിമയാക്കും. മാത്രമല്ല, മാനസികമായി നിങ്ങളെ ദുർബലനുമാക്കും. ഭക്തരെ, അസൂയയും അപകർഷബോധവുമാണ് മറ്റുള്ളവരെ തരം താഴ്ത്തി സംസാരിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. അവരെക്കാൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ അതിൽ അവർ അസ്വസ്ഥരാകുന്നതിൻ്റെ പ്രതിഫലനമായി അതിനെ കണ്ടാൽ മതി. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.